പാട്രിയോട്ട് എന്ന സിനിമയുടെ 11 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും പടത്തിന്റെ കേരളത്തിലെ ഷെയർ കളക്ഷൻ എത്രയാണെന്ന് പരിശോധിക്കാം നമുക്ക് നിലവിൽ. അതിനുമുമ്പ് ഇല്ലാതെയായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. എന്തായാലും മമ്മൂക്കയുടെ ആദ്യ 100 കോടി സ്വപ്നം അങ്ങ് വീണ്ടും സ്വപ്നമാകാൻ പോവുകയാണ്. ആ ഒരു സ്വപ്നം വീണ്ടും തുടരും. എന്തായാലും പടത്തിന്റെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് 11ാം ദിവസം സിനിമയ്ക്ക് കേരളത്തിലെ വെറും 50 ലക്ഷമാണ് കാണാൻ സാധിക്കും തിങ്കളാഴ്ച ദിവസം സിനിമയ്ക്ക്. എന്തായാലും സിനിമയ്ക്ക് ടോട്ടൽ കേരളം 11 ദിവസം കൊണ്ട് 27 കോടി 90 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ 11 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഷെയർ കളക്ഷനായിട്ട് 12 കോടി 5 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം ഓൾമോസ്റ്റ് നെറ്റ് കളക്ഷനായിട്ട് 29 കോടി 5 ലക്ഷമാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് 34 കോടി 81 ലക്ഷമാണ്. ഓൾമോസ്റ്റ് 30 കോടിന് മുകളിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ്റെ ഗ്രോസ് കളക്ഷനായിട്ട്. ഇനി ഓവർസീസ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഓവർസീസ് ആയിരുന്നു ആദ്യമൊക്കെ നല്ലൊരു ആശ്രയമായിട്ട് കളക്ഷൻ കയറി വന്നത്. ഇപ്പോൾ ഓവർസീസിലും കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 40 കോടിൻ്റെ മുകളിലോട്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നില്ല, ഒരു കുതിപ്പ് കാണുന്നില്ല ആദ്യ ആഴ്ചയ്ക്ക് ശേഷം. ഇപ്പോൾ ഓൾമോസ്റ്റ് 41 കോടി മാത്രമാണ് ഓവർസീസ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇവൻ മമ്മൂക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മമ്മൂക്കിൻ്റെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയ ഒരു ഓവർസീസ് മൂവി ഈ പാട്രിയോട്ട് എന്ന സിനിമ ആയിരിക്കും. എന്തായാലും സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. സിനിമ റിലീസിന് വന്ന മെയ് മാസം 1-ാം തീയതിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് മെയ് 14-ാം തീയതി ആയിരിക്കുകയാണ്. പടത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ പരിശോധിക്കുമ്പോൾ അതും 11 ദിവസത്തെ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 75 കോടി 81 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചാനലിൽ ഈ ഒരു സിനിമേൻ്റെ കളക്ഷൻ പറയുമ്പോൾ കോമഡിയാണ്. എപ്പോഴും 71 കോടി 72 കോടി അങ്ങനെ പതുക്കെയാണ് പടത്തിൻ്റെ നമ്പേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു ടൈം എടുത്തിട്ട് സിനിമയുടെ കളക്ഷൻ പറയുമ്പോഴും ഒരു മാറ്റവും ഇല്ല. 11 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വെറും 75 കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 75 കോടി 81 ലക്ഷം. എന്തായാലും കേൾക്കാൻ സാധിക്കുന്ന പടം ഓൾമോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ നല്ലൊരു ഫ്ലോപ്പ് അല്ലെങ്കിൽ വലിയൊരു നാശം കൊടുക്കാൻ പോവുകയാണ് നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടം 100 കോടിന് മുകളിലോട്ട് ഗ്രോസ് കാണത്തില്ലെന്നാണ് ട്രാക്കേഴ്സും പറയുന്നത്. എന്തായാലും നല്ലപോലെ സിനിമയുടെ കളക്ഷൻ്റെ ആ ഒരു വീഴ്ച കാണുന്നുണ്ട് ഡേ ബൈ ഡേ ആയിട്ട്. ഇനി എന്തായാലും മെയ് 21 ദൃശ്യം 3 എന്ന സിനിമ പുറത്തിറങ്ങുന്നതാണ്. പിന്നെ ഇപ്പോൾ അതിരടി പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കറുപ്പ് സിനിമ. എന്തായാലും നല്ല അടിപൊളി ബ്ലോക്ക് ബസ്റ്ററായ കൊമേഴ്ഷ്യൽ സിനിമകളാണ് റിലീസിന് വരാൻ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ. എന്തായാലും പാട്രിയോട്ട് സിനിമയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. നിലവിൽ പടത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പടം മെയ് മാസം ലാസ്റ്റ് OTT റിലീസ് ചെയ്തേക്കാം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ ZEE5 മലയാളം അതുപോലെ തന്നെ സാറ്റലൈറ്റും ZEE5 കേരളമാണ് മേടിച്ചത്. പടം ഈ വരുന്ന മെയ് 29-ാം തീയതി നമ്മുടെ ZEE5 പല ഭാഷകളിലായിട്ട് OTT റിലീസ് പ്രീമിയർ ചെയ്യുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 40 കോടിക്കാണ് പടത്തിൻ്റെ എല്ലാ ഭാഷകളുടെ റൈറ്റ്സ് വിറ്റുപോയത് OTT വിത്ത് സാറ്റലൈറ്റ്. കാത്തിരിങ്ങനെ ചെയ്യാൻ നമുക്ക് പടത്തിൻ്റെ OTT റിലീസിനായിട്ടും പടത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടും. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം കമൻറ്റ്സ്പ്പെടുത്തുക. കാത്തിരിങ്ങനെ ചെയ്യാൻ നമുക്ക് പാട്രിയോട്ട് സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിരുന്നു. പക്ഷേ എല്ലാവരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.